അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മെൻസ്ട്രൽ കപ്പിൻ്റെ മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് സ്മോൾ സൈസ് സേഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ഇത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ സാധാരണ പാഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിനെനിക്ക് പാഡാകുമ്പോൾ റെഗുലർ സ്മോൾ സൈസ് മതി. അപ്പോൾ ഞാനിത് വാങ്ങിക്കുമ്പം എല്ലാവരും 18+ ആണെങ്കിൽ മീഡിയം വേണം, 18 വരെ സ്മോൾ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അപ്പോൾ സ്മോൾ മതിയെന്ന് തോന്നി, ഞാൻ സ്മോളാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് 10 ml, 15 ml, 20 ml എന്ന് എഴുതിയിട്ട് ഒരു എസ് എന്ന് കാണാൻ പറ്റുന്നില്ലേ? സ്മോൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ ഞാനും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടു, എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ഷേപ്പിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളതിനെ പറ്റി. അങ്ങനെ ഞാൻ കണ്ടപ്പം ഓക്കെ ട്രൈ ചെയ്യാം. പാഡ് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങണോ, അപ്പോൾ ഒരു വർഷത്തേക്കുള്ള കാൽക്കുലേഷൻ എല്ലാവരും ഇതൊക്കെ തന്നെ പറയണേ. അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഓക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അയ്യോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം മറിച്ചേ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി അല്ല, ഒന്ന് ഉപയോഗിച്ച് നോക്കാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചതും ഉപയോഗിച്ചതൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങളിത് കേൾക്കണം ഗൈസ്. ഫസ്റ്റ് ടൈം ഞാനിത് ഉപയോഗിച്ചപ്പോഴേ നല്ല കോമഡിയായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ ഞാനിത് ഇൻസേർട്ട് ചെയ്തു ഉറങ്ങി. അതായത് ഒരു ദിവസം രാത്രിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അങ്ങനെ രാത്രി ഇത് വെച്ച് കിടന്നുറങ്ങി. ഓക്കെ വെക്കുമ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഓക്കെ എന്തായാലും ഉപയോഗിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഉപയോഗിച്ച്. അങ്ങനെ രാവിലെ എണീച്ച് ഈ സാധനം നോക്കുമ്പം കാണുന്നില്ല. ഞാൻ തപ്പി നോക്കിയിട്ടൊന്നും ഇത് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോ എടുത്ത് കണ്ടു ഇതെങ്ങനെ എടുക്കണം, താഴോട്ട് ഇതെങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ താഴോട്ട് എടുക്കേണ്ട കാര്യം ഞാൻ നോക്കിയപ്പം നമുക്ക് ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജ് കിട്ടും. ഈ ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ രീതിയിൽ വേണം താഴോട്ട് എടുക്കാൻ. അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം താഴോട്ടേക്ക് എടുക്കാൻ. അതേപോലെ ഞാനിത് ഇൻസേർട്ട് ചെയ്ത് പല ആൾക്കാർ പല രീതികൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ, അതായത് ഇങ്ങനെ മടക്കി ഈ ഒരു രീതിയിൽ, ഈ ഒരു രീതി ഇങ്ങനെയായിരുന്നു ഞാനിത് ഇൻസേർട്ട് ചെയ്തത്. ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗം താനേ ഇതിങ്ങനെ ഓപ്പൺ ആയിക്കോളും. സോ ഇത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കും. ഊരിയെടുക്കുമ്പോഴും ഒരു പറയും. പിന്നെ എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും, ഞാൻ രാത്രി വെച്ച് കിടന്നിട്ടും രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിൽ 10, 15 ഒക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തല്ലോ, അതിനകത്തുള്ള 10 ml 15 ml അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഡേ ഫുൾ വെച്ചപ്പോഴാണ് എനിക്ക് 20 ml അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടായി. അല്ലാതെ എനിക്ക് ഈ സ്മോൾ സൈസ് തന്നെ മതിയായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ അധികം ബ്ലീഡിങ് ഇല്ലാത്തൊരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്മോൾ സൈസ് തന്നെ മതിയെന്ന്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ബ്രാൻഡ് സേഫ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റെറിലൈസ് ചെയ്യുന്നതിൽ വേറെ ലിക്വിഡ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സാധാരണ പച്ചവെള്ളം നല്ലോണം തിളപ്പിക്കുന്നു, അതിനകത്തേക്ക് ഇതിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ഇതിനെ നല്ലോണം ഡ്രൈ ചെയ്തിട്ടാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ പാഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കംഫർട്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് അത് മാത്രമേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. പിന്നെ പാഡാകുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ട് നടക്കണം, മാറ്റണം, അതൊക്കെ ഒരു പണിയായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും മെൻസ്ട്രൽ ആ ഒരു ടൈമിലാണെങ്കിൽ, പീരീഡ്സ് ആയ ടൈമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഒരു പാഡ് കയ്യിൽ വെക്കും. ബൈ ചാൻസ് നമുക്ക് ആ സമയത്ത് മൂഡ് സ്വിങ്സൊക്കെ ഉള്ളതല്ലേ, പറയാൻ പറ്റില്ല, നമ്മൾ തന്നെ അത് ഊരി മാറ്റണം എന്ന് വല്ലതും തോന്നിയാലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പാഡും കയ്യിൽ വെക്കും. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ബൈ ഗൈസ്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ഇൻസേർട്ട് ചെയ്യാൻ പല രീതികളുണ്ട്. ഞാൻ എന്ത് രീതിയാണോ ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ മിക്കപ്പോഴും വെക്കുമ്പം ഞാൻ ഒരു കാലെടുത്തിട്ട് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ മുകളിലേക്ക് ഒരു കാല് കയറ്റി വെക്കും. അപ്പം നമ്മൾ ഇങ്ങനെ വൈഡായിട്ട് നിൽക്കൂലേ, അങ്ങനെയാണ് ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ആ രീതി തന്നെ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് തന്നെ കംഫർട്ട് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊക്കെ ഷേപ്പിൽ ഇത് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളിത് വാങ്ങിക്കഴിയുമ്പം നമ്മൾ ഈ പാക്കറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇത് ഏതൊക്കെ രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഷേപ്സും കാര്യങ്ങളൊക്കെ. എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി, അതുകൊണ്ട് അത് കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായ രീതി ആ രീതിയിലൊക്കെ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര സോഫ്റ്റാണ്.